എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? ആദ്യം സ്വർണം വിറ്റവരൊക്കെ ഇപ്പോൾ ഖേദിക്കുകയാണ് കേട്ടാ. സ്വർണം വെറുതെ വിറ്റു, ഇന്നാ വിൽക്കുന്നെങ്കിൽ 70,000-ൻ്റെ മുകളിൽ സ്വർണത്തിന് പൈസ കിട്ടുമായിരുന്നു എന്ന്. വിൽക്കാനുള്ളവരാണെങ്കിൽ വിൽക്കാൻ പേടിക്കുകയാണ് കേട്ടാ. ഞങ്ങൾക്ക് കുട്ടികൾ വളരുന്നുണ്ട്, വിറ്റ് കഴിഞ്ഞാൽ ഇനിയും റേറ്റ് കൂടിയാൽ ഞങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാനുള്ളവർ വിൽക്കുന്നില്ല. പക്ഷെ വിറ്റവരോ ഖേദിക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ സ്വർണത്തിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടുന്നതിൻ്റെ അടിയിൽ ഞങ്ങളെ മക്കളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത്. ചെറിയ കുട്ടികൾക്കൊക്കെ 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കിച്ചണിലോ അവിടെ ഇവിടെ എങ്കിലും പണിയെടുക്കുന്ന ഇതിലായിരിക്കും ഉണ്ടാകുക, തിരക്കിലായിരിക്കും. എൻ്റെ ഉമ്മാരും പെങ്ങന്മാരൊക്കെ ഇത് കേൾക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ചില സമയത്ത് ഞങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാൻ വരുന്നവർ ചിലപ്പോൾ കുട്ടി ശബ്ദിക്കുമോ, അതല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ വീട്ടുകാർ കേൾക്കുമോ, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആ സ്വർണം അയക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ വരുമോ, ആരെങ്കിലും കാണുമോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ആ സ്വർണത്തിൻ്റെ കൂടെ ഞങ്ങളെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ആരും എന്താക്കരുത്, സ്വർണ്ണം ഇട്ട് കൊടുക്കരുത്. ഇനി എന്ത് പറഞ്ഞാലും പിന്നീട് നിങ്ങൾ ഇട്ട് കൊടുത്തോ. ചില ആൾക്കാർ പറയും ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ സ്വർണത്തിനേക്കാൾ വലുത് ഞങ്ങളുടെ മക്കളാണ് കേട്ടാ. നമ്മളെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. സ്വർണത്തിന് റേറ്റ് കൂടിക്കൂടി വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും സൂക്ഷിക്കണം. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കഴുത്തിലുള്ള സ്വർണ്ണങ്ങളൊക്കെ അയച്ച് ഭദ്രമായി വെക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കട്ടെ. എല്ലാവരോടും സ്നേഹം മാത്രം.